സഹസ്രനാമത്തിലെ 17 നാമങ്ങൾ ഞാൻ യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കാണും കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ പീസ്ഫുൾ ലൈഫ് എന്ന എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ നാമങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും കിട്ടുന്നതായിരിക്കും. അടുത്ത 18ാമത്തെ നാമം എന്താണെന്നും അതിൻ്റെ ശ്ലോകം എന്താണെന്നും അതിൻ്റെ അർത്ഥം എന്താണെന്നും ഞാൻ പറഞ്ഞുതരാം. വേദോ വൈദ്യ സദാ യോഗി വീരഹ മാധവോ മധു അതീന്ദ്രിയോ മഹാമായോ മഹോത്സാഹോ മഹാബല. അതാണ് ശ്ലോകം. അതാണ്. ഇനി അതിൻ്റെ അർത്ഥം പറഞ്ഞുതരാം. അറിയപ്പെടുന്നവൻ ആരോ അവനായവനും വിദ്യകളും, അതായത് നമ്മളെല്ലാവരും അറിയപ്പെടുന്ന ആരോ അല്ല, ഭഗവാനെ അറിയാത്തതായിട്ട് ഭൂമിയിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല. അപ്പം അതാണ് ഈ പറയുന്നത്. അറിയപ്പെടേണ്ടവൻ ആരോ അവനായവൻ, സർവ്വവിദ്യകളും അറിയുന്നവനും, എല്ലാ വിദ്യകളും പഠിച്ചവനാണ് ഭഗവാന്. എപ്പോഴും യോഗിയായി ഇരിക്കുന്നവനും ദുഷ്ടന്മാരായ വീരന്മാരെ നിഗ്രഹിക്കുന്നവനും. ദുഷ്ടന്മാരായ വീരന്മാരെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എത്ര വീരന്മാരായാലും അവർ ദുഷ്ടരാണെങ്കിൽ അവരെ നിഗ്രഹിക്കും എന്നുള്ളത്. അതാണ് ദുഷ്ടന്മാരായ വീരന്മാരെ നിഗ്രഹിക്കുന്നവനും മഹാലക്ഷ്മിയുടെ നാഥനായവനും മധു പോലെ മധുരിക്കുന്നവനും. മധു പോലെ മധുരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭഗവാന് മധുരമാണെന്നുള്ളതല്ല, അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഭഗവാനെന്ന് ചിന്തിക്കും നമ്മുടെ ഓർമ്മയിൽ വരുന്ന മധുരമാണ്. അതാണ് മധു പോലെ മധുരിക്കുന്നവനും എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങൾക്ക് അതീതമായവനും മായാവികളെ പോലും മയക്കുന്നു. ഇന്ദ്രിയങ്ങൾക്ക് അതീതം, നമ്മുടെ ഒരു ഇന്ദ്രിയങ്ങൾക്ക് സമമല്ല, അതിനെല്ലാം അതീതമായവനാണ് ഭഗവാന്. മായാവിയെ പോലും മയക്കുന്ന മഹത്തായ മായയോട് കൂടിയവനും, വളരെ മായാവിയെ പോലും മയക്കുന്ന മായയോട് കൂടിയവൻ. അതായത് മായാജാലക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് ഭഗവാന്. മഹത്തായ മായയോട് കൂടിയവനും വളരെ ഉത്സാഹമുള്ളവനും അതിശക്തനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമിക്കുന്നു. എപ്പോഴും ഉത്സാഹിയാണ് ഭഗവാന്. സദാ ഉത്സാഹം നിറഞ്ഞ ആളാണ്. അല്ലാതെ ഒരിടത്ത് അടങ്ങിക്കൂടിയിരിക്കുന്ന ഒരിതല്ല. ഭൂമിയിൽ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു, ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യം, അതാണ് മഹാവിഷ്ണു. അതിനെ ഞാൻ നമിക്കുന്നു. അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അടുത്ത ശ്ലോകവുമായി വീണ്ടും അടുത്ത ശ്ലോകത്തിൽ നമുക്ക് കാണാം. ബൈ ബൈ.